അനന്തുവിന്റെ അറസ്റ്റാണ് സ്കൂട്ടർ വിതരണം തകർത്തതെന്നാണ് ലാലി വിൻസെന്റിന്റെ നിലപാട്. അനന്തു കൃഷ്ണന്റെ ഒപ്പം എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. ഇവരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. NGO കോൺഫെഡറേഷന്റെ പേരിലാണ് സ്കൂട്ടറുകളും മറ്റുൽപ്പന്നങ്ങളും വിതരണം ചെയ്തത്. കേസുകൾ ഉണ്ടായപ്പോൾ ഇതിന്റെ സംസ്ഥാന ഭാരവാഹികൾ അനന്തു കൃഷ്ണനൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ പോയിരുന്നുവെന്നും ലാലി വിൻസെന്റ് വെളിപ്പെടുത്തി. അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ടിരുന്നു, ആലുവ SP കണ്ടിരുന്നു, DIGയെ കണ്ടിരുന്നു. അതിനെല്ലാം NGO കോൺഫെഡറേഷൻ്റെ ആളുകളാണ് അനന്തു കൃഷ്ണൻ്റെ കൂടെ പോയതായി ഞാൻ അറിയുന്നത്. BJP നേതാക്കളായ N രാധാകൃഷ്ണനും പ്രമീള ദേവിക്കും അനന്തു കൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ലാലി ആരോപിച്ചു. N രാധാകൃഷ്ണനൊക്കെയാണോ അനന്തുമായിട്ട് അടുത്തുണ്ടായിരുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ ഒന്നിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രമീള ദേവി ഉണ്ടായിരുന്നല്ലോ. പ്രമീള ദേവി അശോക ഫ്ലാറ്റിൽ വന്ന് അനന്തകൃഷ്ണനെ കണ്ടിട്ടുണ്ടല്ലോ. അവർ ബിസിനസ് സംസാരിച്ചതാണല്ലോ. പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകളെന്നുള്ള നിലയ്ക്ക് അറിയാമെന്നതിൽ കഴിഞ്ഞ് ഞാനും ലാലി വിൻസെന്റുമായിട്ട് യാതൊരു അടുപ്പമില്ല. ലാലി വിൻസെന്റ് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിലെടുത്ത കേസുകളിൽ തന്നെ പ്രതി ചേർത്തത് മറ്റ് ലക്ഷ്യത്തോടെയാണെന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. സംസ്ഥാനത്തുടനീളം കേസുകൾ ഉണ്ടായതോടെയാണ് സ്കൂട്ടർ തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിയത്. ഇതിനിടെ മൂവാറ്റുപുഴ കേസിൽ അനന്തു കൃഷ്ണനെ 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.